അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്ര 9 മാസങ്ങൾ പിന്നിട്ട് ഇപ്പൊ ലഡാക്കിൽ എത്തിയിരിക്കുകയാണ്. ലേയിൽ നിന്നും 18,000 ഫീറ്റ് പൊക്കത്തിൽ നിൽക്കുന്ന കർദുങ്കല ടോപ്പ് നമ്മൾ കയറി, നമ്മുടെ കൊച്ചു സ്കൂട്ടറായിട്ട് കയറി. അപ്പൊ അവിടുന്ന് നമ്മൾ ഡിസ്കിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഡിസ്കിറ്റിൽ നിന്ന് ഇന്നലെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാനായിട്ട് പോയി. അതായത് ഡിസ്കിറ്റിന് ഏകദേശം ഒരു 90 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തുർത്തുക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ആ തുർത്തുക്കിൽ നിന്നും പിന്നെ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ താങ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജ് എത്തും. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമം. ആ ഒരു ഗ്രാമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാക് അധീന കാശ്മീർ അഥവാ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു POK ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബോർഡർ വരെ നമ്മൾ ഇന്നലെ പോയായിരുന്നു. ആ ഒരു റൈഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുമാണ്. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ആകെ വയ്യാണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വയറിളക്കവും പനിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഒരു വലിയ യാത്രയിലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എന്തായാലും ഇന്നലത്തെ റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ ആയപ്പോഴത്തേക്കൊന്ന് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒട്ടും പാടില്ലായിരുന്നു, അന്യായ ടയേർഡായി പോയി കേട്ടോ. രാത്രി ഫുള്ള് പളിയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ നേരത്തെ ഇവിടുത്തെ ചേച്ചി വിളിച്ചപ്പോൾ എണീപ്പിച്ച് ഫുഡ് കഴിച്ച് അവരെനിക്ക് ചൂടുവെള്ളമൊക്കെ തന്ന് രാവിലെ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് തന്ന് ഓക്കെയാണ്. ഇപ്പം കുഴപ്പമില്ല. ഞാനെന്തായാലും ഇന്ന് റൈഡ് പോകുന്നില്ല. ഇന്ന് പാങ്കോങ് വന്നിരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് പാങ്കോങ് പോകുന്നില്ല. ബോഡി ഓക്കെ ആയിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. മനസ്സ് പറയുന്നത് എപ്പോഴും മനസ്സിരിക്കണം. കാരണം പോകാനുള്ളത് ഓഫ് റോഡാണ്, നല്ല അലമ്പ് റോഡാണ്. ഒട്ടും വയ്യാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി പണി കിട്ടും. ഡിസ്കിറ്റ് എന്ന് പറഞ്ഞൊരു ടൗണാണ്. നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങാം, എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കണം. ഞാൻ നമ്മുടെ ഒരു ഫ്രൂട്ട്സ് കട കണ്ടുപിടിച്ചായിരുന്നു. അപ്പം ഞാൻ ഹായ് ഭയ്യ, ആപ്കാ നാം കേ? ഷുജാത് അല്ലേ. അപ്പം ഭയ്യയുടെ കടയിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി 2 ദിവസത്തേക്ക് ഈ ഫ്രൂട്ട്സൊക്കെ തിന്ന് ജയിക്കാം. താങ്ക് യു. വെൽക്കം സർ. ഇത് ആ ഒരു ഡിസ്കിറ്റ് ടൗൺ ഏരിയ ആണ് കേട്ടോ. ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആണ്. സൺഡേ ആയതുകൊണ്ട് ഇവിടെ മിക്കവാറും സംഭവങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. റോഡ് സൈഡിലുള്ള കടകളൊക്കെ ഓപ്പൺ ആണ്. ഹായ് ഭയ്യ, നമുക്ക് അക്കീഫ്. അച്ഛാ, കാശ്മീർ. അച്ഛാ, നമ്മുടെ 2-3 സ്ക്രൂവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബായ് എനിക്ക് റെഡിയാക്കി തന്നു. ഹായ് ഭയ്യ, അപ്കാ നാം? मेरा नाम सोनू है. സോനു. ഇവിടുത്തെ ഏക മെക്കാനിക്കാണ്. ഇവർക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. താങ്ക് യു. ഇതിവിടെ ഡിസ്കിറ്റിലുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാനിവിടെ മെഡിക്കൽ സ്റ്റോറുകളൊന്നും തുറന്നിട്ടില്ല. അപ്പം ORS പാക്കറ്റ് വല്ലതും കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ഫാർമസി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ORS പാക്കറ്റ് ഇട്ടാണെങ്കിൽ ഇന്ന് നല്ലതായിട്ട് വിലക്ക് കുടിക്കാമല്ലോ. ഇതാണ് ആ ഒരു ഹോസ്പിറ്റൽ. മിഷൻ സക്സസ്. എനിക്ക് 2 പാക്കറ്റ് ORS തന്നു. ആക്ച്വലി നമ്മളിവിടെ ചീട്ടൊക്കെ എടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പം എനിക്ക് പക്ഷേ വെറുതെ എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ കൊടുക്കാറില്ല, പക്ഷെ കുഴപ്പമില്ല കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മെഡിക്കൽ സ്റ്റോർ ഇല്ലായിരുന്നു, പൈസ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഒന്നും വാങ്ങിച്ചില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഞാൻ താങ്ക് യുവും പറഞ്ഞു വിട്ടു. 2 ദിവസത്തേക്കുള്ള ORS പാക്കറ്റ് ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ തിരിച്ച് റൂമിലെത്തിട്ടോ. നമ്മളിത് വാങ്ങിച്ചത് ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു. പഴം വാങ്ങിച്ചു. ഇത് 4 പഴത്തിന് 50 രൂപയാണ്. പിന്നെ ഇതൊരു പപ്പായാണ്, കുഞ്ഞൊരു പപ്പായാണ് കേട്ടോ. ഇതിനും ഒരു 50-60 എന്തോ ആയിട്ടുണ്ട്. പിന്നെ ഇത് 1 കിലോ ഓറഞ്ച് വാങ്ങിച്ച് 100 രൂപ. എല്ലാം കൂടി ഒരു 200 സംതിങ് എന്തോ ആയി. പിന്നെ കുറച്ച് 2 ബിസ്ക്കറ്റും വാങ്ങിച്ചു. മറ്റേ ഡിസ്കറ്റ് ഹോസ്പിറ്റലിൽ കയറിയിട്ട് 2 ORS പാക്കറ്റും കിട്ടിയത് ഫ്രീ ആക്കിയിട്ട് തന്നവർ. അപ്പോൾ എന്തായാലും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഞാൻ ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. വയറൊന്ന് ഓക്കെ ആവട്ടെ. ഓക്കെ ആയിട്ട് വേണം ഇവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ പാങ്കോങ് മുലിക്കിലേക്ക് പോകാനായിട്ട്. ഇത് ഇവിടുത്തെ അമ്മച്ചി തന്ന കാണുന്ന ആപ്രിക്കോട്ടാണ് കേട്ടോ. ആപ്രിക്കോട്ട്, ഇതിനെ ഹിന്ദിയിൽ ഖുബാനി എന്ന് പറയും. ഇത് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ കാണുന്ന പഴമാണ്. ഇത് ഉണക്കിയെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത്. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിനുള്ളിൽ എൻ്റെ കായുണ്ട്, അത് കഴിക്കും. പിന്നെ അതേപോലെ ഈ ഒരു ലെയറും കഴിക്കാൻ പറ്റും. നല്ല മധുരമുള്ള സംഭവമാണ്. ഇത് ഇവിടുത്തെ വാൽനട്ടാണ് കേട്ടോ. നമ്മൾ വാൽനട്ട് വേറെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ആക്ച്വലി ഓയിലാണ്, ഇതിൻ്റെ ഉള്ളിൽ ഓയിലുണ്ട്. ഇതിൽ നിന്ന് ഓയിലൊക്കെ യൂസ് ചെയ്യുക ആളുകൾ. അപ്പോൾ ഇത് ഇവിടുത്തെ അമ്മച്ചി എനിക്കിപ്പം തിന്നാൻ തന്നാണ്. അപ്പോൾ ഗുയ്സ്, നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഞാൻ നേരത്തെ പുറത്ത് പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അതെല്ലാം കഴിച്ച് ഇവിടെ റെസ്റ്റിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇവിടുത്തെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ബുദ്ധ മൊണാസ്ട്രി ആണ്. ഈ ഒരു റൂട്ടിൽ, അതായത് ലേയിൽ നിന്ന് തുർത്തുക്ക് പോകുന്ന ഈ ഒരു റൂട്ടിൽ ആളുകൾ, ഒരുവിധപ്പെട്ട ടൂറിസ്റ്റുകളൊക്കെ നിർത്തുന്ന ഒരു സ്റ്റോപ്പാണിത്, ആ ഒരു ബുദ്ധ മൊണാസ്ട്രി. ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ, നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ
സുഹൃത്തുക്കളെ, ഈ ഒരു മൊണാസ്ട്രിയുടെ കേസ് എന്ന് പറയുന്നത് മുകളിലാണ് മൊണാസ്ട്രി ഒക്കെ ഉള്ളത്. 14-ാം നൂറ്റാണ്ടിലത്തെ മൊണാസ്ട്രിയാണ്. ആ ഒരു ഫേമസ് ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്ചു പുതുതായിട്ട് പണിതാണ്. അത് താഴെയാണ്. ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ 40 രൂപ ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു മൊണാസ്ട്രിയുടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് അത് 7:30 ഓപ്പണാണ് രാത്രി, ഇത് 6:30 ഓപ്പണാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ഒരു 14th സെഞ്ചുറിയിലുള്ള മൊണാസ്ട്രി. ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം ഇവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ലഡാക്കിൽ കയറിയിട്ട് മഴ കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. 1433 ഉള്ളൊരു മൊണാസ്ട്രിയാണ്. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. നമ്മൾ നല്ല പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിതക്കുകയാണ് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേക്ക്. ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ, മൊണാസ്ട്രി ഷോപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് ഒന്നും അറിയാൻ പാടില്ല. ഇവിടുത്തെ ഒരു പ്രയർ എൻ്റെ ഒരു സംഭവമാണ്. ഇങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ കറക്കി നല്ല വലിപ്പമുണ്ട് കേട്ടോ, ഭയങ്കര വലുതാണ്. ഓരോരുത്തരും നല്ല അപാര കാറ്റും. ഇതാണ് ആ ഒരു മൊണാസ്ട്രിയുടെ മുകൾ ഭാഗം കേട്ടോ. ഈ ഒരു ബുദ്ധ മൊണാസ്ട്രിയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എൻ്റെ പൊന്നോ, എന്താ വ്യൂ നോക്കിക്കേ, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് മലകളാണ്. ഇവിടെ താഴെ കാണുന്നതാണ് ഒരു ബുദ്ധ പ്രതിമ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇനി ഈ ഒരു മൊണാസ്ട്രിയൊക്കെ 14-ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓൾഡ് ബിൽഡിംഗ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ഒട്ടും ബലമുള്ള ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവർ റിനോവേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് റെസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് സംരക്ഷിച്ച് പോരുന്നുമുണ്ട്. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ സുഹൃത്തുക്കളെ, ആ ദൂരെ കാണുന്ന പ്രതിമ കണ്ടില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ആ ഒരു പ്രതിമയുടെ അടുത്ത് കേട്ടോ. താഴെ ഒരു വണ്ടി വരും, കുറച്ച് ഭാഗം നടന്നു കയറാനുണ്ട്. അത് പക്ഷേ കയറിയിട്ടേ ഈ ഇത്രയും പൊക്കത്തിൽ ഹൈവേയിലൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിതക്കുന്നത്. ഇതാണ് ആ ഒരു ഫേമസ് ആയിട്ടുള്ള ബുദ്ധ പ്രതിമ. അപ്പോൾ നമ്മൾ നേരത്തെ പോയ ഒരു മൊണാസ്ട്രി ഇത് കാണുന്നതാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു പ്രതിമയുടെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഇതാണ്. എന്ത് രസമാണല്ലോ കാണാനായിട്ട്. ഈ ഒരു ഏരിയ ഫുള്ള് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ മൊണാസ്ട്രി ഇരിക്കുന്നത് കണ്ടില്ല, ഒരു മലൻ ചെരുവിലാണ്. ആ ചെരുവിൽ അവരിങ്ങനെ കാർവ് ചെയ്ത് അത്രയും ബിൽഡിംഗ് ഉണ്ടാക്കിയേക്കുന്നത്. അതും 14th സെഞ്ചുറിയിൽ. എത്ര വർഷമുണ്ടെന്ന് നോക്കി, 600 വർഷത്തിലധികം പഴക്കമുണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോകുമെന്ന് വിചാരിക്കുകയാണ്. കുറേ നേരം ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചിനിയും റൂമിലേക്ക് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ച് ഇന്ന് രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും നോർമലായിട്ടുള്ള ഭക്ഷണം കഴിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതിൽ ഇവിടുന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഗുയിസ്, ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ടോ. ഞാൻ ഇവിടുത്തെ അമ്മേനോട് ഒരു കട്ടൻ ചായ ഇട്ടുവെന്ന് ചോദിച്ചപ്പോൾ തന്നെ നേരെ എനിക്കൊരു ചായ ഇട്ടെന്ന്. ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, പക്ഷേ കൊള്ളാട്ടോ, നല്ല സുഖമുണ്ട്. കട്ടൻ ചായ ഇട്ട് തന്നു. എനിക്ക് 2 കഷ്ണം ബ്രെഡും തന്നു. ചോറുണ്ട്, സബ്ജിയുണ്ട്, ദാലുണ്ട്, സാലഡുണ്ട്. അപ്പോൾ ഗയ്സ്, നമ്മളിത് 3 ദിവസമായിട്ട് സ്റ്റേ ചെയ്തത് ഈ കാണുന്ന റൂമിലാണ് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്, നല്ല നീറ്റ് റൂമാണ്, നല്ല സെറ്റ് റൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു റൂം. ഇത് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. ടോയ്ലറ്റ് നല്ല നീറ്റാണ്, പക്ക സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഹോം സ്റ്റേയുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുടെ നമ്പറും കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ആ ഒരു കോമൺ ഏരിയ ആണ്, ഒരു ഹാൾ ഭാഗമാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. നമ്മുടെ ഡിസ്കിറ്റ് ടൗണ് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ മൊണാസ്ട്രി കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ എത്തും. അവിടുന്ന് റൈറ്റ് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന വീടാണ്. വണ്ടി വരണമെങ്കിൽ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വഴിയുണ്ട്. ആ വീട്ടിൽ വണ്ടി എത്താൻ പറ്റും. ഇതാണ് കേട്ടോ ഒരു വീട്. അപ്പോൾ ഗുയ്സ്, ഞാൻ ഇവിടെ ഡിസ്കിറ്റിൽ ഇന്നലത്തെ എൻ്റെ അവസ്ഥയൊക്കെ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്ന് ഇവിടുന്ന് വിടുകയാണ്, നേരെ പാങ്കോങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ് 3 ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നത് ഈ കാണുന്നൊരു ഹോം സ്റ്റേയിലാണ്. അപ്പോൾ ഈ ഒരു അമ്മയും അവരുടെ മകളുമാണ്. ഹായ് മാമ, आपका नाम? अम्मू. അമ്മ. അതുപോലെ आपकी नाम? ടാഷി അമ്മു. ഇവർ രണ്ടുപേരാണ് ഈ ഹോം സ്റ്റേ നടത്തുന്നത്. അവരുടെ വീടാണ്. വീട്ടിൽ 2 റൂംസ് അവർ 2 റൂംസ് ആണ് ഫ്രീ. 2 റൂംസ് ഗസ്റ്റ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നവർ ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും താഷിയുടെ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്പിറ്റാലിറ്റി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സ്റ്റേ. മമ്മ, ഓക്കെ, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നേരെ പാങ്കോങ്ങിലേക്ക് പോകണം. 200 കിലോമീറ്ററോളം റൈഡ് ഉണ്ട്. അപ്പം ആ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ അതിൻ്റെ പേരൊക്കെയാണ്. എല്ലാവട്ടം പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ബൈ.